ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി, കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ, വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ, സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാൽ ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ.
പ്രേമകാന്തൻ എന്നിങ്ങു വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ എൻ പ്രിയ രക്ഷകൻ നീതിയും സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുവചനം ധ്യാനിക്കുവാൻ ഒരവസരം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് വാഷിങ്ടൺ പറയും, ദൈവത്തെയും ബൈബിളിനെയും കൂടാതെ ലോകം ഭരിച്ചാൽ ഗുണം വരികയില്ല എന്ന്. അത്രമാത്രം ഉന്നതനായിരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഒന്നായിരുന്നു ബൈബിള്. ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബജീവിതങ്ങളിലേക്കും എല്ലാം നോക്കിയാൽ അനേകരുടെ അനുഭവമാണത്. ദൈവമില്ല, കർത്താവായ യേശുക്രിസ്തുവില്ലാതെ, വേദപുസ്തകത്തിനൊരു സ്ഥാനവുമില്ലാതെ കുടുംബജീവിതം തുടങ്ങിയതുകൊണ്ട്, കുടുംബജീവിതം നയിക്കുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്ന അനേകരുടെ കാര്യങ്ങൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ കാണുവാൻ കഴിയും. മനുഷ്യനിന്ന് ദൈവത്തെയും ദൈവവചനത്തെയും കൂടാതെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും ലോകത്തിൻ്റെ ഉയർച്ചയിലുമെല്ലാം ആശ്രയിച്ച് ജീവിതം കെട്ടിപ്പടുക്കുന്നതുകൊണ്ട് അനേകർക്കും സ്വസ്ഥതയും സമാധാനവുമില്ല. ദൈവം ഒരുമിച്ച് ആക്കിയ കുടുംബജീവിതങ്ങൾ ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയാതെ തകർന്നു പോകുന്നു. കാരണം എന്താണ്? ദൈവത്തിനും വേദപുസ്തകത്തിനും ജീവിതത്തിൽ ഒരു സ്ഥാനവുമില്ലാതെ ജീവിതം നയിക്കുന്നു. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു എന്ന്. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പത്രോസിനെ കുറിച്ച് പ്രത്യേകമായ പല കാര്യങ്ങൾ പല ഭാഗങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോസ്തലനെ പത്രോസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് പത്രോസ് ഒരിക്കൽ പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പത്രോസ് കർത്താവായ യേശുക്രിസ്തുവിനോട് നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മറ്റ് അപ്പോസ്തലന്മാർക്കൊന്നും ആ വെളിപ്പാടുണ്ടായില്ല എന്നോ ആ കാഴ്ചപ്പാടുണ്ടായിരുന്നില്ല. എന്നാൽ സാഹചര്യം വന്നപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ചാടി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. ദൈവമക്കളെ, ഒരു മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഒരു വെളിപ്പാടാണത്. യേശുക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടുക. യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും എൻ്റെ രക്ഷകനാണെന്നും എൻ്റെ വീണ്ടെടുപ്പുകാരനാണെന്നും അവൻ എന്നെ വീണ്ടെടുക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, കാൽവറിയിലെ കഷ്ടങ്ങളും വേദനകളും എല്ലാം ഏറ്റത് ഈ നിസ്സാരനായി എന്നെ ഉയർത്തുവാനാണെന്നുള്ള ആ വലിയൊരു കാഴ്ചപ്പാട്. ദൈവത്തിൻ്റെ സ്തോത്രം. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് അവനെ നോക്കി പറഞ്ഞു, ബെരയോനായ ശീമോനെ, നീ ഒരു ഭാഗ്യവാനാണ്. കാരണം എന്താ? അവൻ യേശു ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടി. അതുകൊണ്ട് കർത്താവ് അവനോട് പറഞ്ഞു, ബെരയോനായ ശീമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന്. ദൈവമക്കളെ, എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഒരു മനുഷ്യന് യേശുക്രിസ്തുവിന് വെളിപ്പെട്ട് കിട്ടുന്നുവെങ്കിൽ അത് സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ദൈവത്തിന് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞ് കണ്ണോടിച്ച് നോക്കണം. നാം ഈ കാലം അത്രയും ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നാം പലവിധമായ ആത്മീയ പ്രസ്ഥാനങ്ങളോട് ചേർന്ന് നിന്നിട്ട് നമ്മുടെ ഉള്ളിൽ ഈ ഒരു വെളിപ്പാടുണ്ടായിട്ടുണ്ടോ? യേശുക്രിസ്തുവാണ് രക്ഷകനെന്ന്, യേശുക്രിസ്തുവാണ് വീണ്ടെടുപ്പുകാരെന്ന്, അവനാണ് എൻ്റെ പാപത്തിനു വേണ്ടി കുരിശിൽ മരിച്ചതെന്ന്, അവൻ എൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അവൻ്റെ കുറ്റമില്ലാത്ത രക്തം കാൽവറിയിൽ ചിന്തിയെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് ഏറ്റു പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട, പിന്നീട് നാം പത്രോസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ പല കുറവുകളും പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് വെളിപ്പെട്ടു വന്ന പല സമയങ്ങളുമുണ്ട്. ഒരിക്കൽ അപ്പോസ്തലൻ കർത്താവിനോട് ചോദിക്കുന്നു, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന്. കർത്താവ് താൻ ഏൽക്കുവാനിരുന്ന കുരിശുമരണത്തെക്കുറിച്ചും ഈ ലോകത്തിൽ താൻ ഏൽക്കുവാനുള്ള കഷ്ടതകളെക്കുറിച്ചെല്ലാം പറയുമ്പോൾ അപ്പോസ്തലൻ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് അങ്ങനെയൊന്നും ഭവിക്കരുത് എന്ന്. കാരണം ഞങ്ങളുടെ ഉള്ളിൽ നീ കുരിശിൽ മരിക്കുവാനോ ഈ ഭൂമിയിൽ നിന്ന് പോകുവാനോ അല്ല ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു നായകനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സർവസ്വമായി നിന്നെ കണ്ടിരിക്കുകയാണ്. നീ കുരിശിൽ മരിക്കരുത് എന്ന് പത്രോസ്ലീഹ ഉള്ളം കൊണ്ട് പറയുമ്പോൾ കർത്താവ് അവനെ വിളിക്കുന്നുണ്ട്, സാത്താനെ, നീ എന്നെ വിട്ടുപോക,
നീ എനിക്ക് ഇടർച്ചയാകുന്നു. ദൈവമക്കളെ, പത്രോസ് ഒരു സാത്താനാണെന്നല്ല കർത്താവ് പറഞ്ഞു. പിന്നെയോ ആ ഒരു ചിന്ത, ഏത്? യേശു കുരിശിൽ മരിക്കരുതെന്നുള്ള, യേശു കാൽവറിയിൽ യാഗമായി തീരരുതെന്നുള്ള ആ ചിന്തയാണ് സാത്താന്യ ചിന്ത, പൈശാചിക വ്യാപാരമാണ്. കാരണം യേശു വന്നതിൻ്റെ ലക്ഷ്യം തന്നെ മറച്ചു പിടിക്കുന്ന, അല്ലെങ്കിൽ അതൊരിക്കലും നിറവേറരുതെന്നുള്ള ഒരു വാക്കാണ് പത്രോസ് പറഞ്ഞത്. ഇവിടെ തുടർന്ന് നാം വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാന സമയത്തേക്ക് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, അപ്പോസ്തലനായ പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനെ 3 വട്ടം തള്ളി പറഞ്ഞുവെന്ന്. ദൈവത്തിന് സ്തോത്രം. 57-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല. ഒരിക്കൽ കർത്താവിനോട് നേരിട്ട് പറഞ്ഞതാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നുവെന്ന്. എന്നാൽ ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, അധികാരസ്ഥാനികളുടെ മുമ്പിൽ, വേലക്കാരികളുടെ മുമ്പിൽ യേശുക്രിസ്തുവിനെ ഞാൻ അറിയുകയില്ല എന്ന് പത്രോസ് ഒരു ലജ്ജയും കൂടാതെ, ഒരു സങ്കോചമില്ലാതെ ചാടി പറയുകയാണ്, ഞാൻ അവനെ അറിയുന്നില്ല എന്ന്. പത്രോസ്, മനുഷ്യ, ഞാനല്ല എന്ന്, ഞാൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനല്ല, ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെയുള്ളവനായിരുന്നില്ല എന്ന് പത്രോസ് ചാടി പറയുകയാണ്. വീണ്ടും 60-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന്. 3 വട്ടം കർത്താവിനെ പത്രോസ് ഞാൻ അറിയുന്നില്ല, എനിക്കിതൊന്നും തിരിയുന്നില്ല എന്നെല്ലാം പത്രോസ് തള്ളിപ്പറയുകയാണ്. അപ്പോസ്തലനായ പത്രോസിന്റെ ജീവിതത്തിലെ ഒരു വീഴ്ചയുടെ പടവുകളാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി, ഇതെല്ലാം വായിക്കുകയും ഇതെല്ലാം മറ്റുള്ളവരെ പ്രസംഗിച്ച് കേൾപ്പിക്കുകയും നാം തന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? അവരെക്കാളൊന്നും നാം ശ്രേഷ്ഠരായിട്ടില്ല. അവർക്കുണ്ടായിരുന്ന ആത്മനിർവ്വെന്ന് നമുക്കില്ല. അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് വേണ്ടി ഏറ്റ ആ കഷ്ടതകളും പീഡകളും അവരുടെ സഹനങ്ങളുമെല്ലാം വെച്ച് നാം ചിന്തിക്കുമ്പോൾ നാം ഒന്നും ആയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഒന്നും ആയിട്ടില്ല എന്ന്. പിന്നെ നാം ഇതൊക്കെ പ്രസംഗിക്കുന്നതോ ഇതൊക്കെ ധ്യാനിക്കുന്നതോ മറ്റുള്ളവരോട് പറയുന്നതോ പ്രിയപ്പെട്ടവർ എന്തിനു വേണ്ടിയാ? അവരുടെ കുറവുകളിലേക്ക് നോക്കി അവർ കുറവുള്ളവരാണെന്ന് ചിന്തിക്കുക. പിന്നെയോ അവരുടെ ജീവിതത്തിൽ വന്ന ഈ വീഴ്ചകളൊക്കെ എനിക്കും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സംഭവിക്കാവുന്നതാണ്. അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകളും പ്രതികൂലങ്ങളും വലിയ വേദനാ വിഷയങ്ങളുമെല്ലാം മനുഷ്യനായി എൻ്റെ ജീവിതത്തിലും വരാവുന്നതാണ്. മാത്രമല്ല അവരുടെ കുറവുകളാണതെന്ന് ഒരിക്കലും നാം ചിന്തിക്കേണ്ട. ദൈവമക്കളെ, ഇതെല്ലാം നാം ധ്യാനിക്കുകയും വായിക്കുകയും പ്രസംഗിച്ച് കേൾക്കുകയെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ചിന്തിക്കുവാനും ചേർത്ത് പഠിക്കുവാനും നമുക്ക് കഴിയണം. എന്ത്? ഞാൻ ആരാണെന്ന്, എൻ്റെ ആത്മീയ നിലവാരം എന്താണെന്ന്. ദൈവമക്കളെ, നാം എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ എളിയവനാണെന്നും കുറവുള്ളവനാണെന്നും ഞാനൊരു നിസാരനാണെന്നും യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചതുകൊണ്ട്, അവൻ്റെ കൃപ എന്നെ ചുറ്റി പരിപാലിച്ചതുകൊണ്ട് മല്ലന്മാർ വീണുപോയ, വീരന്മാർ പട്ടുപോയ, ബലശാലികൾ തകർന്നു പോയ ഈ ആത്മീയ പോരാട്ടമാകുന്ന യുദ്ധക്കളത്തിൽ ഇതുവരെയും കർത്താവ് എന്നെ കരം പിടിച്ച് നടത്തി. എൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ എന്തെങ്കിലും ശ്രേഷ്ഠത കൊണ്ടല്ല ദൈവമക്കളെ. പിന്നെയോ അവൻ എന്നോട് പ്രസാദം തോന്നി, അവിടുത്തെ എന്നോട് സ്നേഹിച്ചു. ദൈവത്തിൻ്റെ ദൈവമക്കളെ, നാം എപ്പോഴും മനസ്സിലാക്കണം, മറ്റുള്ളവരെക്കാൾ എന്തെങ്കിലും ഒരു ശ്രേഷ്ഠതയോ നന്മയോ ഒന്നുമുള്ളത് കൊണ്ടല്ല, പിന്നെയോ കർത്താവിന് നമ്മളോട് കരുണ തോന്നി. ദൈവമക്കളെ, പത്രോസ്ലിഹായുടെ ജീവിതത്തിൽ വന്ന വീഴ്ചകളൊക്കെ വലുത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത കുറവുകൾ തന്നെയാണ് വന്നത്. നാം ചേർത്ത് പഠിക്കുമ്പോൾ കാണാം, കർത്താവ് ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന്. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, ആ പാനപാത്രം കുടിപ്പാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന്. ദൈവമക്കളെ, കർത്താവ് അല്പം ഒന്ന് നിർത്തിക്കാണുമെന്നാണ് ചിന്തിക്കുന്നത്. ഉടനെ എൻ്റെ കർത്താവ് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം, അതിപ്പോഴല്ല പിന്നെയാകുന്നു എന്ന്. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് നോക്കി, പത്രോസിൻ്റെ ഉള്ളിലേക്ക് നോക്കി. ദൈവമക്കളെ, എല്ലാവരുടെയും ഹൃദയം അറിയുന്നവനായ, അവരുടെ ആത്മീയ നിലവാരം അറിയുന്നവനായ, അവരെ ഉള്ളതുപോലെ അറിയുന്നവനായ എൻ്റെ കർത്താവ് അവരുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട്, അവരുടെ ഭാവിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, അത് നിശ്ചയമാണെന്നാൽ ഇപ്പോഴല്ല പിന്നത്തേതിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാകുമെന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നത്തെ അവസ്ഥയൊന്നുമല്ല കർത്താവ് കാണുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഇന്നുള്ള ആത്മീയ നിലവാരമൊന്നുമല്ല കർത്താവ് കാണുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഇന്നുള്ള ആത്മീയ നിലവാരത്തിൽ മുമ്പോട്ട് പോകാനല്ല കർത്താവ് ആഗ്രഹം. പിന്നെയോ ഉയർന്ന ആത്മീയ പടവുകളിലേക്ക് നമ്മെ കരം പിടിച്ച് നടത്തുവാനാണ്
കർത്താവിൻ്റെ ആത്മാവ് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്. കർത്താവ് ഇന്ന് നിൽക്കുന്ന ഈ ആത്മീയ നിലവാരമല്ല, വീണും താണും പോകുന്ന, കർത്താവെ താഴ്ചയും വീഴ്ചയും വരുന്ന, പിന്മാറ്റവും മയക്കവും വരുന്ന ഈ ആത്മീയ നിലവാരം പോരാ കർത്താവെ. ഉന്നതമായ എൻ്റെ കർത്താവെ ആത്മനിറവിൻ്റെ ആ അനുഭവങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്ന് ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവമക്കളെ. കർത്താവേ, ഇന്നുള്ളതൊന്നും പോരാ കർത്താവേ. ഇന്നത്തെ നിലവാരത്തിൽ വിടല്ലേ കർത്താവേ. ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണമേ എന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയമാണെന്നാൽ അതിപ്പോഴല്ല പിന്നത്തേതിലാണെന്ന്. കർത്താവിന് മനസ്സിലായി എന്ത്? ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ കുരിശിനെ അഭിമുഖീകരിക്കുവാനോ മരണത്തെ അഭിമുഖീകരിക്കുവാനോ പീഡകളെ അഭിമുഖീകരിക്കാനോ ഒന്നും എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് ആത്മനിറവായിട്ടില്ല, ആത്മീയ വളർച്ചയവർക്കായിട്ടില്ല. എന്നാൽ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കുരിശിലേക്ക് പോകുന്നതിന് മുമ്പും ഇവരെല്ലാം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ കർത്താവ് ഒരിക്കൽ ശീമോൻ പത്രോസിനോട് പറഞ്ഞതാ, നീ മീൻ പിടിച്ചൊന്നും നടക്കണ്ട, നിന്നെക്കുറിച്ച് സ്വർഗത്തിനൊരു പദ്ധതിയുണ്ട്, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന്. എൻ്റെ ദൈവമക്കളെ, മീൻ പിടിച്ച് നടന്ന മുക്കുവനായ, മത്സ്യത്തിൻ്റെ ഉളുമ്പുണ്ടായിരുന്നവനായ, അക്ഷരജ്ഞാനമില്ലാത്തവനായിരുന്ന പത്രോസിന് മീൻ പിടിക്കുന്ന ജോലി വിട്ട് കർത്താവ് മനുഷ്യരെ പിടിക്കുന്ന ജോലി അവന് ഏൽപ്പിച്ചുവെങ്കിലും ദൈവമക്കളെ, എൻ്റെ കർത്താവിൻ്റെ കൂടെ നടന്ന കാലത്തൊന്നും അവന് മനുഷ്യരെ പിടിക്കാൻ കഴിഞ്ഞില്ല, മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞില്ല, മനുഷ്യനെ വേറെ ഒരു തലത്തിലേക്ക് ഉയർത്താൻ കഴിഞ്ഞില്ല. അവർ യേശുവിൻ്റെ കൂടെ നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. ദൈവമക്കളെ, അതെല്ലാം കണ്ടവർ അത്ഭുത സ്തബ്ധരായി നടന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ കർത്താവ് കണ്ടത് അതൊന്നുമല്ല, എൻ്റെ കർത്താവ് അവരിലൂടെ കണ്ടത് അതൊന്നുമല്ല. ഈ തള്ളിപ്പറയുന്ന, ഈ ചഞ്ചലഹൃദയനായ, എടുത്തിയാട്ടക്കാരനായ ആ ഗലീലാക്കടലിന്റെ തീരത്ത് ആ പ്രഭാതത്തിൽ ഒഴിഞ്ഞ പടകുമായി നിരാശയോടെ ഇരുന്ന ശീമോന്റെ പടകിലേക്ക് എൻ്റെ യേശു കാലെടുത്തു വെച്ചപ്പോൾ അവൻ കണ്ടൊരു കാഴ്ചയുണ്ട് ദൈവമക്കളെ. എന്താണെന്നറിയാമോ? പെന്തിക്കോസ്തിയുടെ ആത്മാവ് ജെഹോവന്മാളിൽ ഇറങ്ങി വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് അവരെല്ലാം ശക്തിമാന്മാരാകും, അവർ ബലശാലികളാവും, അവർ ധൈര്യശാലികളാവും, അവരുടെ ഭയപ്പാടുകൾ മാറും, അവരുടെ ഉള്ളിൽ ആത്മാവ് ഇറങ്ങി നിൽക്കും. അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സ്വർഗത്തിലെത്തി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നിസ്സാരതയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, നാം ആരും കുറഞ്ഞവരോ, നാം ആരും ഒന്നിനും കൊള്ളരാത്തവരാണെന്ന് നാം ഒരിക്കലും ചിന്തിക്കേണ്ട. എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം നമ്മുടെ ഭാവി അറിയുന്നവനാണ്. ദൈവമക്കളെ, നമ്മുടെ നാളുകളെ അറിയുന്നവനാണ്. ഇന്ന് ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷകൾ ഫലപ്രദമായില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കാം. ഇന്ന് നമ്മുടെ ശുശ്രൂഷകളൊന്നും വേണ്ടതുപോലെ ആയില്ല എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ബോധ്യമുണ്ടായിരിക്കാം. എന്നാൽ ദൈവം ഇതിനെ നീ നിരാശപ്പെടണ്ട. നിന്നെ തികവിൻ്റെ പാതയിലേക്ക്, ആത്മാവിൻ്റെ നിറവിൻ്റെ വഴികളിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ആ നിയോഗമുള്ളവനായി മാറ്റുവാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിലെ നീ സമർപ്പിച്ചാൽ മതി, നിന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞാൽ മതി, നിന്റെ പോരായികളെല്ലാം അറിഞ്ഞുകൊണ്ട് നീ കുരിശിൻ്റെ അരികിലേക്ക് ചെന്നാൽ മതി. അവിടുന്ന് നിന്നെ ഉയർത്തും, അവിടുന്ന് നിന്നെ ബലപ്പെടുത്തും, അവൻ്റെ നിന്റെ ബലഹീനതകളുടെ മേലെല്ലാം അവൻ്റെ ബലമുള്ള കരം വയ്ക്കും. ദൈവമക്കളെ, യേശുക്രിസ്തു ഒരാളുടെ ജീവിതത്തിൽ ഇറങ്ങി നിന്നാൽ, ദൈവമക്കളെ, അവനാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ജ്ഞാനി, അവനാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ പരിജ്ഞാനമുള്ളവൻ. യോശുവയെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക്, ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പോട്ടുള്ള നടത്തിപ്പിന് ദൈവം തിരഞ്ഞെടുത്ത് അവനെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവനോട് പറയുന്ന പ്രത്യേകമായ ചില കാര്യങ്ങളുണ്ട്. എന്താ? ദൈവത്തിൻ്റെ സ്തോത്രം. ധൈര്യപ്പെടുക, ബലപ്പെട്ടിരിക്കുക, ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ സ്തോത്രം. അത് ഒരു പ്രാവശ്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമല്ല ദൈവം അവനോട് പറഞ്ഞത്, നീ ഭയപ്പെടരുത്, ധൈര്യപ്പെട്ടിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു മനുഷ്യൻ പോലും നിന്റെ നേരെ നിൽക്കുകയില്ല എന്ന്. ദൈവമക്കളെ, എൻ്റെ ഹൃദയത്തിൽ അതിലൊക്കെ പതിഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ എന്താണെന്നറിയാമോ? എൻ്റെ ദൈവം യോശുവയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഞാൻ ഇരിക്കാമെന്ന്. ദൈവമക്കളെ, അത് പോരെ നമുക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ട, സ്വർഗത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത, യേശുവിന് വേണ്ടി കുരിശുമരണമേറ്റ, ത്യാഗമരണമേറ്റ, നിന്ദകളേറ്റ, അടികൊണ്ട, പരിഹാസമേറ്റ ആ പ്രിയപ്പെട്ടവരുടെ മേലെല്ലാം ഇറങ്ങി നിന്ന കർത്താവ് പറയുകയാണ്, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ
നിന്നോട് കൂടെയും ഇരിക്കാമെന്ന്. ദൈവമക്കളെ, അപ്പോസ്തലനായ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒറ്റയടിക്ക് പത്രോസ് വീണുപോയി എന്നാൽ പലവിധമായ വീഴ്ചകൾ പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. 22-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. അവർ അവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. യേശു ക്രിസ്തുവിനെ അവരെ ബന്ധിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി. പത്രോസും അകലം വിട്ട് പിൻചെന്നു. പത്രോസ്ലീഹ അകലം വിട്ട് ബന്ധനസ്ഥനായി കൊണ്ടുപോകുന്ന കർത്താവിനെ അനുഗമിച്ചു എന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം മനസ്സിലാക്കണം, ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതം ഒരകലം വെച്ചുള്ള ജീവിതമായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഹൃദയം തുറന്ന് നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിനോടും അവിടുത്തെ പരിശുദ്ധാത്മാവിനോടും പറ്റിച്ചേർന്ന് നിൽക്കണമെന്നുള്ള ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? ദൈവമക്കളെ, സാഹചര്യങ്ങളാണ് ഒരു പക്ഷേ പത്രോസിനെ അങ്ങനെ ചെയ്യിച്ചതെന്ന് നമുക്ക് പറയാം. ദൈവത്തിന്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിനോട് ചേർന്ന് ആ കൂടെ നടന്ന് പ്രിയപ്പെട്ടവരെ മഹാപുരോഹിതന്റെ അരമനയിലേക്ക് കടന്നു പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും പത്രോസിന് തള്ളിപ്പറയേണ്ടി വരികയില്ലായിരുന്നു. ദൈവമക്കളെ, ഞാൻ അല്പം വേദനയോടെ പറയട്ടെ, ഇന്ന് അനേകരുടെ ആത്മീയ ജീവിതം അകലമുള്ളതും കർത്താവിനോട് പറ്റിച്ചേരാത്തതും ദൈവവേലയോട് പറ്റിച്ചേരാത്തതും ഹൃദയം കൊണ്ട് അകന്നു നിൽക്കുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസ് അകലം വിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറി നിന്നു. അകലം വിട്ട്. ദൈവമക്കളെ, അതൊരു ഭയാനകമായ അവസ്ഥയാണ്. പിന്നീട് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. പത്രോസ്ലീഹായോട് കർത്താവ് പറഞ്ഞതാണ്, നീ ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്ന്. ദൈവമക്കളെ, എന്നാൽ ആ വചനം കേട്ടിട്ട് പത്രോസ്ലീഹ വേണ്ടതുപോലെ ഒന്ന് എളിമപ്പെട്ടില്ല. എന്താ കർത്താവിനോട് പറഞ്ഞു? കർത്താവേ, അങ്ങനെയൊന്നുമല്ല, എൻ്റെ അവസ്ഥ ഇതൊന്നുമല്ല. പിന്നെയോ, നിന്നോടുകൂടെ മരിക്കാനും തടവിലാകുവാനും എല്ലാം എനിക്ക് ഒരുക്കമുണ്ട്. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്നുള്ള ആ ഉറച്ച തീരുമാനം. ദൈവമക്കളെ, അത് എവിടെ നിന്ന് വന്നതാ? അത് പത്രോസ്ലീഹായുടെ സ്വന്തം ശക്തിയിൽ ഊന്നിയുള്ള ആ ധൈര്യമായിരുന്നു. എന്നാൽ കർത്താവ് അവൻ്റെ ഉള്ള അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, നീ എന്നെ തള്ളിപ്പറയാൻ പോവുകയാണ് പത്രോസേ എന്ന്. പിന്നീട് നാം വായിക്കുന്നുണ്ട്. 22-ാം അധ്യായത്തിന് 45 മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു ആ ഗെത്സമനിയിലെ അതിവേദനയില് ശിഷ്യന്മാരെ വിട്ട് അല്പം ദൂരെ മാറി ഹൃദയം പകർന്ന് അതിദുഃഖത്തോടെ പ്രാർത്ഥിച്ച് ശിഷ്യപ്പെട്ട ശിഷ്യന്മാരുടെ അരികിലേക്ക് വരുമ്പോൾ അവരുടെ കണ്ണുകൾ ഭാരമുള്ളതായി അവർ ഉറങ്ങുന്നതായി കണ്ടു. ഉടനെ കർത്താവ് അവരോട് പറയുകയാണ്, 45 വെച്ച്, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ. തളർന്നുപോയ എന്തെങ്കിലും ക്ഷീണം കൊണ്ടായിരിക്കുമോ? അറിഞ്ഞുകൂടാ. ഉറങ്ങിപ്പോയ ആ ശിഷ്യന്മാരുടെ അരികിലേക്ക് വന്നിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, പരീക്ഷ വരുന്നുണ്ട് മക്കളെ, പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് മക്കളെ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീനെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവമക്കളെ, ഇന്ന് ഈ തിരുവചനം കേൾക്കുമ്പോൾ നമുക്ക് എത്ര പേർക്കൊരു സമർപ്പണം പറയാം, കർത്താവേ, എൻ്റെ പ്രാർത്ഥന കുറഞ്ഞുപോയി എന്ന്, എൻ്റെ ജാഗരണം കുറഞ്ഞുപോയി എന്ന്, എൻ്റെ വചനവായന കുറഞ്ഞുപോയി എന്ന്, എൻ്റെ ആത്മീയ തീക്ഷ്ണത കുറഞ്ഞുപോയി എന്ന്. കർത്താവേ, ഇന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നവനായി തീരുമെന്ന്, തിരുവചനം വായിക്കുന്നവനായി തീരുമെന്ന്. ദൈവമക്കളെ, നിങ്ങൾക്ക് ആർക്കെല്ലാം പറയാൻ കഴിയും, കർത്താവേ, എൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞുപോയി എന്ന്, എനിക്ക് ഉറക്കമുണ്ട്, മയക്കമുണ്ട്, ആത്മീയ ആലസ്യമുണ്ട്, കർത്താവേ, എന്നെ ഒന്ന് ഉണർത്തണമേ എന്ന് യേശു തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞു. പരീക്ഷ പുറകെ വരുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാണ് ഒരു ആത്മീയ മനുഷ്യന്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആ കർത്താവിനെ ബന്ധിക്കാൻ വന്ന ആ പടയാളികളിൽ ഒരുത്തന്റെ കാത് അപ്പോസ്തലനായ പത്രോസ് അറുത്ത് കളഞ്ഞു എന്ന്. ദൈവമക്കളെ, എന്താ കർത്താവ് പഠിപ്പിച്ചത്? ഒരു ചേട്ടത്തെ അടിക്കുന്നവന് മറ്റേതും കൂടെ കാണിച്ചു കൊടുക്കണമെന്ന. ഈ ഒരു സഹോദരൻ എത്ര വട്ടം പിഴച്ചാൽ ക്ഷമിക്കണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, 7 അല്ല 70 വട്ടം ക്ഷമിക്കണമെന്ന്. ദൈവമക്കളെ, അപ്പോസ്തലൻ കൂടെ നടന്നെങ്കിലും കർത്താവ് പഠിപ്പിച്ച അതിന് വിരുദ്ധമായിട്ട് വാളെടുത്ത് പടയാളികളിൽ ഒരുത്തൻ്റെ കാതറുത്ത് കളഞ്ഞു. ദൈവമക്കളെ, പിന്നീട് നാം വായിക്കുന്നുണ്ട്, കർത്താവിനെ വിട്ട് ഓടിപ്പോയി എന്ന്. കർത്താവിൽ നിന്ന് അകലത്തിൽ പിൻചെന്നാൽ പ്രിയപ്പെട്ടവരെ, നാം തകർന്നു പോകും. എവിടെയാണ് ഈ അരമനയുടെ മുറ്റത്ത് അകത്ത് കയറാൻ കഴിയാഞ്ഞ പത്രോസ് ചെന്നിരിക്കുന്നത്? എവിടെയാണെന്ന് 22-ന്റെ 55 വായിക്കാം. അവർ നടുമുറ്റത്തിന്റെ മധ്യേ
തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസും അവരുടെ ഇടയിലിരുന്നു. ആ അരമനയോട് ചേർന്നുള്ള ജോലിക്കാര് അവരെല്ലാം ചേർന്നിരുന്ന് കുളിര് മാറ്റാൻ തീ കത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു വിസ്താര സദസ്സിൽ നിൽക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് ഏറ്റവും ചേർന്ന് നടന്ന 3 ശിഷ്യന്മാരെ മാത്രം കൊണ്ടുപോയ ആ തേജസ് ഇറങ്ങിയ കടന്നുപോയ മോശയും ഏലിയാവും ഇറങ്ങി വന്ന ആ മറുരൂപമലയിൽ ഇരുന്ന അപ്പോസ്തലൻ ഇപ്പോൾ ഇരിക്കുന്നത് എവിടെയാണ്? പടയാളികളുടെ കൂടെ, കർത്താവിനെ കുരിശിക്കുന്നവരുടെ കൂടെ, ലോകത്തിൻ്റെ സുഖത്തിന്, ജഡത്തിൻ്റെ സുഖത്തിന് കുളിരു മാറ്റുവാനായി തീ കായുന്നവരുടെ കൂടെ ഇരുന്നു. ദൈവമക്കളെ, നാം ഒന്ന് മനസ്സിലാക്കണം, എന്ത്? നമ്മുടെ ഇരിപ്പും നമ്മുടെ നടപ്പും നമ്മുടെ ജീവിതമെല്ലാം പ്രിയപ്പെട്ടവരെ എപ്പോഴും ദൈവം പ്രസാദിക്കുന്നതായിരിക്കണം. ഒരിക്കലും അപ്പോസ്തലനായ പത്രോസ് അവരോടുകൂടെ ഇരിക്കേണ്ടവനായിരുന്നില്ല. ദൈവമക്കളെ, അവരുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം പത്രോസിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, അവരുടെ കൂടെ ഇരുന്നത് കൊണ്ടാണ് തള്ളിപ്പറയേണ്ടി വന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി, ഒരു കാലത്തുണ്ടായിരുന്ന ആ വേർപാടുന്നുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ആ നിഷ്ഠ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു കാലത്തുണ്ടായിരുന്ന ദൈവഭയം ഇന്ന് ജീവിതത്തിലുണ്ടോ? ഇന്നെല്ലാം കുത്തഴിഞ്ഞതുപോലെ ആയിപ്പോയില്ലേ സഹോദരന്മാരെ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ദൈവഭയമില്ലാത്ത ഒരു തലമുറയായി നാം തീർന്നു പോകരുത്. എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടെന്നോ, അവൻ്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം നഗ്നതും മലർന്നുമായിരിക്കുകയാണ്. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, നാം ഒരിക്കലും അത് മറന്നു പോകരുത്. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഏത് മനുഷ്യരുടെ കൂടെ ചെന്ന് നിൽക്കുമ്പോഴും, സ്വന്തക്കാരുടെയോ ബന്ധക്കാരുടെയോ അനാത്മീയരുടെയോ പരിഹാസികളുടെയോ ലോക മനുഷ്യൻ്റെ എവിടെ ചെന്ന് നിൽക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിലൊരു ബോധ്യമുണ്ടായിരിക്കണം, എന്ത്? ഞാൻ ഇവരോടുകൂടെ ഇരിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ട് എന്ന്. ഞാനൊരു സാധാരണക്കാരനല്ല എന്ന്. എന്നെ അവൻ കുരിശിൽ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണെന്ന്. ഞാൻ ഈ ലോകത്തിൻ്റെ മക്കളോടുകൂടെ അതപ്പതിച്ച ജീവിതം നയിക്കേണ്ടവനല്ല. ഇവയിലെ ഒരിക്കലും അത് മറന്നു പോകരുത്. ഞാൻ ആരാണെന്ന്, ഞാൻ ക്രിസ്തുവിൻ്റെ വകയാണെന്ന്, ഞാൻ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണെന്ന് ദൈവമക്കളെ ഒരിക്കലും മറന്നു പോകരുത്. അവൻ പരിഹാസികളുടെ കൂടെ ഇരുന്നു. മാത്രമല്ല, അവൻ മനുഷ്യരെ, അധികാരസ്ഥാനത്തുള്ളവരെ ഭയപ്പെട്ടു. ദൈവമക്കളെ, പത്രോസ്ലീഹ പെരുത്ത നുണയാണ് പറഞ്ഞത്, എന്ത്? ഈ യേശുവിനെ ഞാൻ അറിയുന്നില്ല എന്ന്. ഈ 22-ാം അധ്യായത്തിൻ്റെ 54 മുതൽ വായിക്കുമ്പോൾ അതെല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യേശുവിനെ ഞാൻ അറിയുകയില്ല എന്ന്. ദൈവമക്കളെ, എങ്ങനെ അത് പറയാൻ കഴിഞ്ഞു? 3.5 കൊല്ലം കൂടെ കൊണ്ടു നടന്ന, ഒന്നുമില്ലായ്മയിൽ ഉയർത്തിയ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, യേശുവിനെ ഞാൻ അറിയുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ 3 പ്രാവശ്യം അപ്പോസ്തലൻ തള്ളിപ്പറഞ്ഞു. കർത്താവിനെതിരായിട്ട് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയെന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുത്തതായിരുന്നു. എന്നാൽ നാം വായിക്കുന്നുണ്ട്, അതിന്റെ 61-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ദൈവമക്കളെ, എപ്പോഴാ? അപ്പോൾ ആ വാക്കിന് വിലയുണ്ട്. 3-ാമത്തെ പ്രാവശ്യം പത്രോസ് തള്ളിപ്പറഞ്ഞു കഴിഞ്ഞപ്പോൾ, കർത്താവ് ആ ന്യായാസനത്തിൽ ഇരിക്കുമ്പോൾ, വിസ്താര സദസ്സിൽ നിൽക്കുമ്പോൾ, അവൻ തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ കർത്താവ് ആ നോട്ടത്തിൽ എൻ്റെ യേശുവിൻ്റെ ഉള്ളിലൊരു വേദനയുണ്ടെന്ത്? ഞാൻ പറഞ്ഞ മുന്നറിയിപ്പ്, ഞാൻ കൊടുത്ത മുന്നറിയിപ്പ്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, പരീക്ഷയിൽ അകപ്പെടാൻ പോവുകയാണെന്നും നീ എന്നെ 3 വട്ടം തള്ളിപ്പറയുമെന്നെല്ലാം പറഞ്ഞതെല്ലാം പത്രോസ് അവഗണിച്ച് അവൻ വീണുപോയല്ലോ, അവൻ തള്ളിപ്പറഞ്ഞല്ലോ എന്നുള്ള ആ ഹൃദയ ദുഃഖത്തോടെ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്നും നോക്കി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, എൻ്റെ യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ നോട്ടം, ആർദ്രതയുടെ നോട്ടം, ആ മനസ്സലിവിൻ്റെ നോട്ടം, വീണുപോയ മക്കളെ ആ സ്നേഹത്തോടെ നോക്കുന്ന, അനുകമ്പയോടെ നോക്കുന്ന ആ നോട്ടം നിന്നിൽ പതിഞ്ഞിട്ട് എത്രയോ നാളുകളായി സഹോദര. നിനക്കുന്നതുപോലും ചിന്താവിഷയമാണോ എൻ്റെ യേശു എന്നെ നോക്കുന്നുണ്ടോ എന്ന്? അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്നും നോക്കി. ദൈവമക്കളെ, നാം മനസ്സിലാക്കണോ? ഒന്ന് നോക്കിയപ്പോൾ അവന് പാപബോധം വന്നു. ഒന്ന് നോക്കിയപ്പോൾ അവൻ്റെ ഹൃദയം തകർന്നു. നാം വായിക്കുന്നുണ്ട്, അവൻ പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു.
നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവമക്കളെ, അപ്പോസ്തലനായ പത്രോസ് തള്ളിപ്പറഞ്ഞുവെങ്കിലും അവൻ അതിദുഃഖത്തോടെ പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു എന്ന്. ദൈവമേ, നീ ഒന്ന് കരഞ്ഞിട്ട് എത്ര നാളായി സഹോദര. നിന്റെ പാപത്തെ ഓർത്ത്, നിന്റെ ആത്മാവിൻ്റെ പിന്മാറ്റിയ അവസ്ഥയോർത്ത്, തകർന്നുപോയ നിന്റെ കുടുംബത്തെ ഓർത്ത്, തകർന്നുപോയ നിന്റെ മക്കളെ ഓർത്ത്, കുടുംബജീവിതം തകർന്നു കിടക്കുന്ന നിന്റെ ഭാര്യയെ ഓർത്ത്, നിന്റെ മാതാപിതാക്കളെ ഓർത്ത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സ്വന്തം പാപത്തെ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് ദൈവസന്നിധിയിൽ ഒഴുക്കിയിട്ട് എത്രയോ നാളുകളായി മകനെ യേശു നിന്നെ നോക്കുകയാണ്. നിനക്കിന്ന് പാപബോധം ലഭിക്കുന്നെങ്കിൽ മകനെ, നിനക്ക് നിറകണ്ണുകളോടെ കർത്താവിനോട് പറയാം. ദാവീദ് പറഞ്ഞതുപോലെ തിരുത്താൻ കഴിയാത്ത, പരിഹാരം വരുത്താൻ കഴിയാത്ത അനേക പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി കർത്താവേ. എന്നാൽ ഞാൻ എളിമയോടെ, ഞാൻ രാജാവാണെന്നുള്ള പാപത്തോടെയല്ല, ഞാൻ താഴ്മയോടെ എൻ്റെ പാപമെല്ലാം ഏറ്റുപറഞ്ഞ് അനുതാപഹൃദയത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതം സമർപ്പിക്കാം, നമ്മുടെ കുറവുകളെല്ലാം ഏറ്റുപറയാം, പുതുക്കത്തിൻ്റെ അനുഭവം നമുക്ക് പ്രാപിക്കാം. തള്ളിക്കളയാതെ ചേർത്ത് നിർത്തുന്ന യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്